ഹലോ. വല്ലതും നടക്കുവോ? കിട്ടി കിട്ടി മോനെ. പിന്നെന്താ? വാ കേറ്. ഇവന്മാരുടെ കാര്യം പോലീസിലൊന്ന് ഇൻഫോം ചെയ്തേക്ക്. പോലീസിലോ? അത് നമുക്ക് പണിയാവില്ലേ? ഇല്ല, ഇവരെ പോലുള്ളവരെന്നും നമ്മുടെ അടിമകളായി കിടക്കണമെങ്കിൽ ലേബലിംഗ് അത്യാവശ്യമാണ്. അതിന് പോലീസ് കേസ് കൂടിയേ തീരും. പിള്ളേർ സൊസൈറ്റിയിൽ ഒറ്റപ്പെടട്ടെ. ഓക്കെ, വിട്ടോ. സാർ ഞങ്ങൾ ചെയ്തു സാർ. വീട് വീട് സാർ. എന്താ സാറേ? കാര്യങ്ങളൊക്കെ പറയാം. അങ്ങോട്ട് സാറേ, രാത്രി എങ്ങോട്ടാ യാത്ര? സാർ ഞങ്ങൾ വെറുതെ കറങ്ങാൻ വേണ്ടിട്ട് ഒരു കറക്കം. ഹെൽമെറ്റ് എവിടെടാ? രാത്രി പേപ്പറും ഉണ്ടോ? രാത്രി ആയതുകൊണ്ട് എന്തെന്ന് എടുത്തില്ല സാർ. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, ഒന്നുമില്ലെന്നോ? സാർ എന്റെ കയ്യിൽ ഒന്നുമില്ല സാർ. നീ മത്തി വെച്ചോടാ. ഇല്ല സാർ, ഇല്ല. പിന്നെ എങ്ങോട്ട് പോയതാ? ഇല്ല. ഇങ്ങോട്ട് നിക്കടാ. സാറേ വേണ്ട. പോക്കറ്റിൽ എന്താണ്? ഒന്നുമില്ല സാറേ. കാണിക്കടാ, തിരിഞ്ഞേ. എന്താടാ കാണിക്കുന്നത്? സാറേ സാറേ ഒന്നുമില്ല സാറേ. അറിയാലോ നോക്കാൻ. സാറേ എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല സാറേ. തിരിഞ്ഞേക്കടാ. വേറെ എന്തെങ്കിലും ഉണ്ടോടാ? ഇല്ല സാറേ. ഇതെന്തുവാ? മൊബൈലാ സാറേ, മൊബൈല്. എടുക്കണം, ഇങ്ങോട്ട് നോക്കട്ടെ. ഇതാ സാറേ, നോക്ക്. കൈ എടുക്കടാ, കൈ എടുക്ക്. എടുക്കണം, നോക്കട്ടെ. പോക്കറ്റ് മാത്രം തപ്പരുത്. കൈ എടുക്കടാ. എന്താണ് ഇത്? സാറേ കളിക്കില്ല സാറേ. വിട് സാറേ. സാറേ, സാർ ഒന്നുമില്ല. സാധനം കിട്ടിയിട്ടുണ്ട്. അവന്മാരെ കൊണ്ട് കൊണ്ടുവാ. സാറേ ഞങ്ങള് ആരെയെന്ന് വെച്ചാ വിളിച്ച് പറഞ്ഞേക്ക്. ഇനി നീ ഒന്ന് പുറം ലോകം കാണില്ല. സാറേ ഇറങ്ങോട്ട്. ഹലോ 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 കിരൺ ചേട്ടാ, ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. വീട്ടിൽ ആരോടും പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ഇന്ന് ഇവിടെ വരെ വരണം. എങ്ങനെയെങ്കിലും എന്നെ ഇന്ന് ഇവിടുന്ന് രക്ഷിക്കണം. എന്താ ബി കാര്യം പറ. ചേട്ടാ ചേട്ടാ പ്ലീസ് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്. അഭി പേടിക്കണ്ട, സമാധാനിട്ടിരിക്കേ, ഞാൻ വന്നോളാം. ശരി. ദുർഗയെ വിളിക്കാം. ജോർജ് സാറിന്റെ കൂടെയാ ഇവിടെ തൊട്ടടുത്താ താമസം. ഓക്കെ സാറേ, ആ മരുന്ന് പിടിച്ച പിള്ളേരെ നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരെ. ഒന്നെന്റെ ചേട്ടന്റെ മോനെ. അത് ഇത്തിരി കുഴപ്പമാണല്ലോ ഉള്ളേ. എക്സൈസുകാരിപ്പോ വരും, ഞാനവരെ അങ്ങോട്ട് കൊടുക്കും. താനവരോട് പറഞ്ഞു. സാറേ, അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അത് ഒറ്റാണെന്ന് സാറിനും അറിയാലോ. നമുക്കതൊന്ന് ഒതുക്കി തീർത്തൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. അവനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഐ ജിയുടെ പുറകെ വാലാട്ടി നടക്കുന്നവൻ ആ വഴിക്ക് നടന്നാ മതി. എന്നെ ഭരിക്കാൻ വരണ്ട. സോറി സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. താൻ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട. സ്ഥലം വിടാൻ നോക്ക്. ഈ കേസിനെ ആര് പറഞ്ഞാലും
ഞാൻ വിടുന്നില്ല. കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെങ്കിൽ എടുത്തോ. എന്തിനാ സാറേ വെറുതെ വാശി? പാലക്കാട്ടെ സീതാ മർഡർ കേസ് ഇപ്പൊ ക്രൈംബ്രാഞ്ച് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അന്ന് സാറവിടെ സി ആയിരുന്നപ്പോ ഈ കേസ് എങ്ങനെ ഒതുക്കി തീർത്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ പ്രതിക്കൊപ്പം സാറും കൊടുക്കും. അത് വേണോ സാറേ? അല്ല സാറേ, ഞാനിപ്പോ പറഞ്ഞിട്ടുമില്ല, സാർ ഇത് കേട്ടിട്ടുമില്ല. എന്നാ പിന്നെ ഞാൻ അവരെ കൊണ്ടുപോയിക്കോട്ടെ. സന്തോഷേ സർ. എന്താ അബി, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. പറഞ്ഞോണ്ടല്ല ദുർഗേച്ചി, അവരെല്ലാം നിർബന്ധിച്ചപ്പോ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ. സാരമല്ല, പോട്ടെ. സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. ഇല്ല ചേച്ചി, ഇനി എന്റെ ഭാഗത്ത് ഒരിക്കലും ഇങ്ങനെ തെറ്റ് സംഭവിക്കൂല. നിങ്ങൾക്ക് എവിടുന്ന് ഇതൊക്കെ കിട്ടുന്നത്? ആരാ ഇതൊക്കെ തരുന്നത്? എനിക്കതൊന്നും ശരിക്കും അറിയില്ല ചേച്ചി. കൂട്ടുകാർക്കറിയും. അവരും എന്നെ പോലെ ഓരോ അവസ്ഥയിൽ പെട്ടു, ചതിയിൽ പെട്ടുവെക്കുക ആദ്യമായിട്ട് ഉപയോഗിച്ച് പിന്നെ പതിയെ പതിയെ അവരുടെ ആളാക്കി മാറ്റി. ഒരു തലമുറയെ നശിപ്പിക്കുന്ന വലിയ വിപത്താ ഇതൊക്കെ. അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും ഉപയോഗിച്ച അടിമയാക്കി മാറ്റാൻ ഈ നാശത്തിന് കഴിയും. ഒരു കണക്കിന് പിടിക്കപ്പെട്ടത് നന്നായി. എന്റെ അബി ഇതിനെ രക്ഷപ്പെട്ടല്ലോ. അബിയുടെ കൂട്ടുകാര് ഇതിൽ അടിമയായിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം.